ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലഞ്ച് കോംബോയാണ് കാണിക്കുന്നത്. അതായത് മീൻ വറുത്തത്, അയല മീൻ വറുത്തത്, ഞണ്ട് റോസ്റ്റ്, മോര് കാച്ചിയത്, ബീട്രൂട്ട് തോരൻ, പാവയ്ക്ക വറുത്തത്, ചോറ്. ഇത് ഇത്രയും എങ്ങനെയാണ് ഓർഗനൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ചോറാണ് കുക്ക് ചെയ്തെടുക്കാൻ വെക്കുന്നത്. കാരണം അതാണ് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ വെള്ളം വെച്ചു. വെള്ളം തിളച്ചപ്പോഴത്തേക്ക് കഴുകി വെച്ചിരുന്ന അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ ഇരുന്ന് ആവുന്ന നേരം കൊണ്ട് ബാക്കി ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാവയ്ക്ക വറുക്കാനായിട്ട് പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അത് ഇന്നലെ നമ്മൾ കാരപ്പരി ഉണ്ടാക്കാൻ റോഡിൽ കൊണ്ടുപോയില്ലേ, ആ വെളിച്ചെണ്ണയുടെ ബാക്കിയാണ് അത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വിരകി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം മാറിയിരിക്കുമ്പോഴത്തേക്ക് അതിൽ മുളകും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ച് വരും. പിന്നെ നമുക്ക് ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ചെത്തിയെടുക്കുന്നുണ്ട്. അപ്പം ഈ തൊലിയൊക്കെ കളയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എന്തൊക്കെയാണോ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ചെടുത്ത് തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. കാരണം ഇല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ തൊലി ചെത്താൻ വേണ്ടിയിട്ട് ചെത്തിയിടാനുള്ള പാത്രവും എല്ലാം എടുക്കണ്ടേ. ഇത് ഒരുമിച്ചാകുമ്പോൾ നമ്മുടെ ജോലി എളുപ്പമാക്കി തരും. അപ്പോൾ ദേ നമ്മുടെ ഞണ്ട് റോസ്റ്റിനുള്ള സവോളയും പൊളിച്ചിട്ടുണ്ട്. ഇഞ്ചിയാണ്. ഇഞ്ചി ഇത് നമ്മുടെ മോര് കാച്ചാനും ഞണ്ട് റോസ്റ്റിനും പിന്നെ മീൻ പൊരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഇഞ്ചി തൊലി കളഞ്ഞെടുത്തു. ഇനി നമുക്ക് ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ചോപ്പറിലിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ചെറുതായിട്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ചോപ്പറിലിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സവോളയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കാം. ഇത് മാനുവൽ ചോപ്പറാണ്. മാനുവൽ ചോപ്പർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ അടിയിൽ ഒരു ടവൽ ഉണ്ടാവുമല്ലോ, ടവലോ കട്ടിയുള്ള കോട്ടൺ തുണിയോ എന്തെങ്കിലും അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മീതെ ഈ ചോപ്പർ വെച്ച് ഉപയോഗിക്കുക. ഇതിപ്പോൾ എനിക്ക് പരിചയം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാതെ ചെയ്തത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ തെന്നിപ്പോവും. അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് 2 പിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്പൂണ് ഉഴുന്നുപരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തോരനൊക്കെ ഉഴുന്നുപരിപ്പ് ഇടുന്ന നല്ല ടേസ്റ്റ് കൂട്ടും കേട്ടോ തോരൻ്റെ. അപ്പം ഇതുവരെ ഇട്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഇട്ട് നോക്കണേ ഇനി ഉണ്ടാക്കുമ്പോൾ. ബീട്രൂട്ടിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇതിർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ കടുക് താളിച്ചതിലേക്ക് തട്ടി കൊടുക്കാം. ഞാൻ അതിന് ശേഷം നമ്മുടെ ചോപ്പറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിൽ തീ കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് ബീട്രൂട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. കാരണം ബീട്രൂട്ട് വെന്ത് വരാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർത്തെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ദേ വെള്ളം ഒഴിച്ച് മൂടി വെച്ച് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഞണ്ട് റോസ്റ്റിനുള്ള സവോളകളെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോൾ ദേ സവോളയെല്ലാം അരിഞ്ഞ് കളഞ്ഞു. ഇടയ്ക്ക് നമ്മുടെ തോരനൊന്ന് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുത്തു പോകണം. ദേ അപ്പം ഞണ്ട് റോസ്റ്റിനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ഒരു ചെറിയ തുണ്ടും കുറച്ച് വെളുത്തുള്ളിയും നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് മോര് കാച്ചാനുള്ളതാണ്. ബാക്കി ഇഞ്ചി ദേ ഇടികല്ലിൽ ഇട്ട് കൊടുത്ത് ദേ ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മീൻ പൊരിക്കുന്നതിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഞണ്ട് റോസ്റ്റിലേക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ദേ പാൻ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. സവോള അരിഞ്ഞത്, വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, ഒരല്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു പച്ചമുളകും ഒരു തൊണ്ടൻ മുളകുമാണ് ഇടുന്നത്. നിങ്ങൾ 2 പച്ചമുളക് ഇട്ടാലും മതി. ഇല്ലെങ്കിൽ എരിവ് നോക്കിയിട്ട് വേണം മുളകൊക്കെ ചേർക്കാൻ കേട്ടോ. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരെണ്ണം ഇട്ടാലും മതി. പിന്നെ നമുക്ക് ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ആദ്യം മീൻ പൊരിക്കാനുള്ള മീൻ കട്ട് ചെയ്തെടുക്കാം. കാരണം പൊരിക്കാനുള്ള മീൻ കട്ട് ചെയ്ത് നമുക്ക് ഉപ്പും മുളകും ഒക്കെ തേച്ച് വെച്ചാലല്ലേ അതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ആ മീൻ വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം, മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ച് വരാൻ വേണ്ടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തോരൻ്റെ അരപ്പ് ഉണ്ടാക്കാം. അതിന് 2 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു തുണ്ട് തേങ്ങ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. തേങ്ങ ഈ നമ്മൾ ചിരകുമ്പോൾ ഇങ്ങനെ കഷ്ണമായിട്ട് വീഴത്തില്ലേ, അങ്ങനെ വീഴുന്നത് നമുക്ക് ഈ തോരൻ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. കാരണം ഇങ്ങനെ ചതച്ചെടുക്കാനായതുകൊണ്ട് അതായാലും മതി. അപ്പോൾ ആ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല തോരന്, ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് തട്ടം വെച്ച് അടച്ച് വെച്ച്
നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കായാൽ മതി. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ സവാളയൊന്ന് വഴറ്റി കൊടുക്കാൻ മറക്കരുതേ. ഇനി നമുക്ക് മീനിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി പേസ്റ്റ്, ബാക്കി ഇരുന്ന ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം പൊടിച്ചത്, ഒരു നുള്ള് ഉലുവാപ്പൊടി, ഒരല്പം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ഒരല്പം വെളിച്ചെണ്ണയും ഇത്രയും ചേർത്താണ് വെച്ചിരിക്കുന്നത്. മറ്റേ കൈ ഉണ്ടല്ലോ അത് മോളുടെ കൈയാണ്. കാരണം ഞാൻ ഈ മീനൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് കയ്യിൽ സ്മെല്ലുണ്ടാവുമല്ലോ. എനിക്കിനി ഞണ്ടും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് തൊട്ട് കഴിഞ്ഞാൽ അവിടെ എല്ലാ സ്മെല്ല് പരക്കും. അതുകൊണ്ട് ഞാൻ മോളെ ഹെൽപ്പിന് വിളിച്ചു. ആളിങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ മുളക് പൊടി കുറവാണെന്ന് തോന്നിയിട്ട് കുറച്ച് മുളക് കൂടെ പൊടിയും കൂടെ ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കാരണം ഈ ചട്ടി എനിക്ക് ഞണ്ട് കഴുകിയെടുക്കാൻ വേണം. അപ്പോൾ അതവിടെ ഇരുന്ന് ഉപ്പും മസാലയൊക്കെ പിടിച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഞണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നിൻ്റെയും ക്ലീനിങ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും എന്ന് കരുതുന്നു. ഇനി അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാനിനി ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നമ്മുടെ തോരൻ വെച്ചിട്ട് അരപ്പിട്ട് വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അതൊന്ന് ഇളക്കി നമുക്കിങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ സവോളയെല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അപ്പം നമ്മളെ തോരനായി. അത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ ആ ഗ്യാസിൽ തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. നമ്മൾ നേരത്തെ ആദ്യം തിരുമ്മി വെച്ചില്ലേ നമ്മുടെ പാവയ്ക്ക, അത് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 പ്രാവശ്യമായിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. ഒരുമിച്ചിട്ട് സാധാരണ ഇത് മുക്കിപ്പൊറിച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചോറിടയ്ക്ക് ഞാനൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറും കൂടെ വടിച്ചെടുക്കാം. ദേ നമ്മുടെ തക്കാളിയും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ച മണമൊന്ന് മാറണം. പച്ചമണമൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. സവോള വഴലാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ബാക്കി ഞണ്ട് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പാവയ്ക്ക ഒരു സെറ്റ് ഫ്രൈ ചെയ്ത് കിട്ടി. അപ്പം അത് കോരിയിട്ട് അടുത്ത സെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് ബാക്കിലത്തെ ഗ്യാസിലോട്ട് വെച്ചിട്ട് ഞാൻ മോര് കാച്ചാനായിട്ട് നമ്മൾ തോരൻ ചെയ്തെടുത്തില്ലേ ആ ചട്ടി തന്നെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ 2ാമത്തെ സെറ്റും ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം എണ്ണം കുറവായതുകൊണ്ട് കുറച്ച് എണ്ണയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ പുരട്ടി വെച്ചിരുന്ന മീൻ വറുക്കാനിടുകയാണ്. പിന്നെ ഇത് അവിടെ ഇരുന്ന് വറുക്കുന്ന നേരം കൊണ്ട് നമുക്ക് മോര് കാച്ചിയെടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുത്തു. വറ്റൽമുളക്, കറിവേപ്പില, ആദ്യം ഇഞ്ചി ചേർത്ത് ഇഞ്ചി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെ ആ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നിങ്ങൾക്ക് ബ്രൗൺ ആവുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് മൂത്ത് കഴിയുമ്പം മതിയാക്കാം. എനിക്കിവിടെ ചെറിയതായിട്ട് മൊരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മൊരിയുന്നത് വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റി അതിലേക്ക് 1 കപ്പ് തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുത്തത് ചേർത്ത് കൊടുത്തു. പിന്നെ ആ മിക്സി കഴുകി തന്നെ മിക്സിയുടെ ജാറുണ്ടല്ലോ, ജാറും അടപ്പും കഴുകി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. അപ്പം ഇവിടെ എല്ലാം പാകത്തിനുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഞണ്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാണാമോ, ഞണ്ടിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റും റെഡിയായി. ആ സമയം കൊണ്ട് ഇപ്പുറത്ത് നമ്മുടെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും പാത്രത്തിലാക്കാം. അപ്പം ഞാൻ നല്ല എളുപ്പത്തിൽ എങ്ങനെയാണ് ഓർഗനൈസ്ഡ് ആയിട്ട് ഇത്രയും കറികൾ വെച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ളി ഇങ്ങനെ ഇടുന്നത് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങനെ ഉള്ളി റൗണ്ടിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത്, ഞണ്ട് റോസ്റ്റ്, മോര് കാച്ചിയത്, ബീട്രൂട്ട് തോരൻ, പാവയ്ക്ക വറുത്തത്, ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വിളമ്പി കഴിക്കാവേ. പ്ലേറ്റിലേക്ക് ആദ്യം ചോറിട്ട് കൊടുത്തു. പിന്നെ ബീട്രൂട്ട് തോരൻ, പാവയ്ക്ക ഫ്രൈ, നല്ല ടേസ്റ്റാണ് കേട്ടോ പാവയ്ക്ക വറുത്തത്. ഞാൻ കൂടുതലും നസ്രാണി കല്യാണങ്ങൾക്ക് ചോറ് കിട്ടത്തില്ല, അതിൻ്റെ കൂടെ കിട്ടി കഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് എനിക്കിഷ്ടമായത്. പിന്നെ ഞണ്ടും
മീൻ പൊരിച്ചതും മോര് കാച്ചിയതും ഒഴിച്ചു. അടിപൊളി ലഞ്ചാണ്, അടിപൊളി കോംബോയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് പറയണേ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ എനിക്കത് അനുസരിച്ച് എൻ്റെ വീഡിയോസ് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.